നമുക്ക് അടുത്ത പ്രോഗ്രാം നോക്കാം. ഇതിൽ നമുക്ക് രണ്ട് അറേസ് എടുത്ത് രണ്ടും ഈക്വൽ സൈസുള്ള അറേസാണ്. ഇൻറ്റിജർ വാല്യൂസ് ഉള്ള ഈക്വൽ സൈസുള്ള രണ്ട് അറേസ്. ഈ രണ്ട് അറേസിൽ വാല്യൂസ് റീഡ് ചെയ്തിട്ട് ഈ രണ്ട് അറേ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ്റെ അകത്ത് നമുക്ക് രണ്ട് അറേ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റിജറായിട്ടുള്ള എ സൈസ് 10, ബി സൈസ് 10. നമുക്ക് ആദ്യത്തെ അറേയിലേക്ക് വാല്യൂസ് കൊടുക്കാൻ പറയാം. എൻ്റെ 10 വാല്യൂസ് ഇൻ ഫസ്റ്റ് അറേ, 10 വാല്യൂസ് 0 to 9 വരെ 10 വാല്യൂസ് റീഡ് ചെയ്ത് അതിൽ കൊടുക്കുന്നു. അതുപോലെ എൻ്റെ 10 വാല്യൂസ് ഇൻ സെക്കൻഡ് അറേ 0 to 9 വാല്യൂസ് ബിയിലേക്ക് കൊടുക്കുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ടു അറേ. അപ്പോൾ നമ്മൾ ഓരോന്ന് റീഡ് ചെയ്യാൻ നമ്മൾ ഒരു അറേ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കാനും നമ്മൾ ലൂപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫോർ ലൂപ്പ് എടുത്ത് 0 to 9 വരെയുള്ള ലൂപ്പ് എടുക്കും, പോവും. അപ്പോൾ അതിൽ സി ഔട്ട് എ ഓഫ് ഐ മൈനസ് ബി ഓഫ് ഐ. ഇപ്പോൾ എ ഓഫ് സീറോയിലെ വാല്യൂ നിന്ന് എ ഓഫ് സീറോയിലെ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ ഐ 1 ആകുമ്പോൾ എ ഓഫ് 1 നിന്ന് ബി ഓഫ് 1 സബ്ട്രാക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യും. ഐ 2 ആകുമ്പോൾ 2 നിന്ന് 2. അതായത് എപ്പോഴും എ അറേയിലെ ആദ്യത്തെ വാല്യൂ നിന്നാണ് ബി അറേയിലെ ആദ്യത്തെ വാല്യൂ ഡിറ്റക്ട് ചെയ്യണേ. അതുപോലെ എ അറേയിലെ രണ്ടാമത്തെ വാല്യൂ നിന്ന് ബി അറേയിലെ രണ്ടാമത്തെ വാല്യൂ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെ കൃത്യമായിട്ട് അതത് ലൊക്കേഷനിലെ വാല്യൂസ് ഡിറ്റക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ അറേയിൽ 10 വാല്യൂസ് നമുക്ക് ഓർഡറിൽ കൊടുക്കാം. 0 1 2 3 4 5 6 7 8 9 10 വാല്യൂസായി. ഇനി രണ്ടാമത്തെ അറേയിൽ വാല്യൂ നമുക്ക് ഡിസെൻഡിങ് ഓർഡറിൽ കൊടുക്കാം. 9 8 7 6 5 4 3 2 1 0. ഈ രണ്ട് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇത് നോക്കില്ല, ഇവിടെ ആദ്യത്തെ വാല്യൂ എന്നാണ് ആദ്യത്തെ 0 മൈനസ് 9 എത്ര വരിക? -9. 1 മൈനസ് 8 എത്ര? -7. 2 മൈനസ് 7 -5. അങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരിക. 0 മൈനസ് 9 -9, 1 മൈനസ് 8 -7, 2 മൈനസ് 7 -5, 3 മൈനസ് 6 -3, 4 മൈനസ് 5 -1, 5 മൈനസ് 4 1, 6 മൈനസ് 3 3. അപ്പോൾ നമുക്ക് രണ്ട് അറേ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റി. ഇപ്പോൾ ഈക്വൽ സൈസ് ആയിട്ടുള്ള രണ്ട് ഇൻറ്റിജർ അറേ, അതിൽ അതത് ലൊക്കേഷനിലെ വാല്യൂ നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഡിഫറൻസാണ് കാണിക്കുന്നത്. നമുക്കിനി അടുത്ത പ്രോഗ്രാം കാണാം. അപ്പോൾ അതിൽ നമുക്ക് വോവൽസിൻ്റെ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രിങ് റീഡ് ചെയ്തിട്ട് അതിലെത്ര വോവൽസ് ഉണ്ട് എന്നുള്ള ഡിസ്പ്ലേ ചെയ്യുന്ന പ്രോഗ്രാമാണ് കാണുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്ട്രിങ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചെങ്കിൽ ഒരു ക്യാരക്ടർ അറേയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ചാർ str സൈസ് 20. വോവൽസ് എത്രയുണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, അത് ഗോ എന്നുള്ള ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ലൂപ്പൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം സ്ട്രിങ് എൻട്രി ചെയ്യാൻ പറയുന്നത്. സ്ട്രിങ് എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് ഒറ്റയടിക്ക് അറേയിൽ വാല്യൂസ് റീഡ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 രീതിയുണ്ട്. ഒന്ന് സീൻ യൂസ് ചെയ്യാം, വെറും സീൻ str എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് സീൻ ഡോട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് റീഡ് ചെയ്യാം. അല്ലെങ്കിൽ സീൻ ഡോട്ട് ഗെറ്റ് ലൈൻ യൂസ് ചെയ്ത് റീഡ് ചെയ്യാം. പിന്നെ ഗെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ റീഡ് ചെയ്യാം. പക്ഷേ ഗെറ്റ്സ് എന്നുള്ളത് ഔട്ട്ഡേറ്റഡ് ആണ്. ഇപ്പോഴത്തെ ഈ ഇതിലൊന്നും ജീനിയിലൊന്നും ചിലപ്പോൾ വർക്ക് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം, ഗെറ്റോ ഗെറ്റ് ലൈനോ അല്ലെങ്കിൽ സീൻ യൂസ് ചെയ്യും. വെറും സീൻ യൂസ് ചെയ്ത പ്രശ്നം എന്താ വെച്ചെങ്കിൽ അതിൽ സ്പേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യില്ല, സ്പേസ് വരെ മാത്രമേ റീഡ് ചെയ്യുള്ളൂ. നമ്മൾ സ്ട്രിങ് എൻട്രി ചെയ്തു, അപ്പോൾ അത് റീഡ് ചെയ്യുന്നു. നമ്മൾ ആദ്യത്തെ ലൊക്കേഷൻ തൊട്ടിട്ട് സ്ട്രിങ് എപ്പോഴാണ് അവസാനിക്കുക, വലിയൊരു അറിയാണെങ്കിലും അതിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ബാക്കി ഭാഗം മുഴുവൻ ഡാറ്റ ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് നമ്മളിപ്പോൾ വലിയ 20 ക്യാരക്ടേഴ്സ് ഉള്ളൊരു അറേയാണ് എടുത്തിരിക്കുന്നത് വെച്ചെങ്കിൽ അതിൽ രവി എന്നുള്ളൊരു പേരാണ് സ്റ്റോർ ചെയ്യുന്നത് വെച്ചെങ്കിൽ RAVI എന്നുള്ള ക്യാരക്ടേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 16 ലൊക്കേഷൻസ് അവിടെ എംപ്റ്റി ആയി കിടക്കുകയാണ്. അപ്പോൾ C++ എന്ത് ചെയ്യും വെച്ചെങ്കിൽ RAVI കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അടുത്ത ലൊക്കേഷനിൽ 4 ക്യാരക്ടർ സ്റ്റോർ ചെയ്യും.
അപ്പോൾ നമ്മൾ RAVI കഴിഞ്ഞ് നൾ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ആ അറേയിലെ സ്റ്റോർ ചെയ്ത് സ്ട്രിങ് തീർന്നു എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് സ്റ്റോർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് നൾ ക്യാരക്ടർ. അതാണ് ഈ /0 എന്ന് പറയുന്നത് നൾ ക്യാരക്ടറാണ്. അപ്പോൾ നമ്മൾ ലൂപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചെങ്കിൽ അറേ മുഴുവൻ പോകേണ്ട ആവശ്യമില്ല. സ്ട്രിങ്ങിൽ നമ്മൾ ആ രവി എന്നുള്ള പേര് റീഡ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ RAVI റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തണം. അല്ലാണ്ട് ബാക്കി 16 ലൊക്കേഷൻസ് പോവുകയാണെങ്കിൽ അവിടെ വേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, I0 തുടങ്ങി. പക്ഷേ അതിലല്ല നൾ ക്യാരക്ടർ ചെയ്യുന്നത്, അറേയുടെ അകത്താണ് നൾ ക്യാരക്ടർ. അപ്പോൾ അറേയുടെ പേരെന്താണ്, STR. അപ്പോൾ STR of I, STR of 0 ഇപ്പോൾ നമ്മൾ രവി എന്നുള്ള പേരാണെങ്കിൽ STR of 0 എന്തായിരിക്കും, 6 ആയിരിക്കും. അപ്പോൾ അപ്പോൾ അത് /0 അല്ല. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് 6 എന്നുള്ള വാല്യൂ നമ്മൾ നോക്കും. സ്വിച്ച് STR of I എന്ന് പറയുമ്പോൾ STR of 0 എന്നുള്ളത് കേസ് A ആണെങ്കിൽ, E ആണെങ്കിൽ, I ആണെങ്കിൽ, O ആണെങ്കിൽ, U ആണെങ്കിൽ നമ്മൾ വോവൽസ് ആണെങ്കിൽ അത് ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ 6 എന്നാണ് രവിയിലെ പേരിൽ നമുക്ക് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതൊന്നും അല്ലാത്ത കാരണം വോവൽ ഇൻക്രിമെൻറ്റ് ചെയ്യില്ല. നേരെ ഇവിടെ വന്ന് I എന്തായി 1 ആവും. അപ്പോൾ STR of 1 എന്താണ്, രവി എന്നുള്ള പേരിൽ A ആണ്. A എന്നുള്ളത് നൾ ക്യാരക്ടർ അല്ല. അപ്പോൾ നേരിട്ട് ഉള്ളിലേക്ക് വരും. നൾ ക്യാരക്ടർ ആണെങ്കിൽ ഉള്ളിലേക്ക് പോലെ എന്നിട്ട് നമ്മളോട് കൊടുത്തിരിക്കുന്നത് നോട്ട് ഈക്വൽ ടു എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ഉള്ളിലേക്ക് വരും, ഈക്വൽ ടു ആണെങ്കിൽ പുറത്തേക്ക് വരും. അപ്പോൾ ഇവിടെ A എന്നുള്ളതാണ് രവിയിലെ രണ്ടാമത്തെ ലെറ്റർ A ആണ്. I1 ആകുമ്പോൾ A എന്നുള്ളത് നൾ ക്യാരക്ടർ അല്ല, ഉള്ളിൽ വന്നു. A എന്നുള്ളത് ഇവിടെ മാച്ച് ചെയ്തു. അപ്പോൾ നമ്മൾ വോവൽ ഒന്ന് ഇൻക്രിമെൻ്റ് ആയി. ഇപ്പോൾ 1 ഒരു രവി എന്നുള്ള പേരിൽ ഒരു വോവൽ വന്നു. ഇനി അടുത്ത് നമ്മൾ I2 ആവും. 2 എന്നുള്ളത് RAV എന്നുള്ള ക്യാരക്ടർ നൾ ക്യാരക്ടർ അല്ല, നോട്ട് ഈക്വൽ ടു നൾ ക്യാരക്ടർ ആണെങ്കിൽ ഉള്ളിൽ വന്നു. ഇനി V എന്നുള്ളതും ഇതിൽ മാച്ചിങ് ഇല്ല, അതുകൊണ്ട് ഇൻക്രിമെൻ്റ് ആവില്ല. അടുത്തത് I3 ആകുമ്പോൾ എന്താണ്, രവിയുടെ I എന്നാണ്. I എന്നുള്ളത് നൾ ക്യാരക്ടർ അല്ല, ഉള്ളിൽ വന്നു. I എന്നുള്ളത് വോവലാണ്. ഇപ്പോൾ ഇവിടെ വന്ന് മാച്ച് ചെയ്തു. ഇപ്പോൾ വോവൽ ഇൻക്രിമെൻ്റ്. അപ്പോൾ വോവൽസ് എത്രയായി, 2 എണ്ണമായി. അപ്പോൾ ഇനി നമുക്ക് പിന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അടുത്തത് രവി എന്നുള്ള പേര് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്ട്രിങ്ങിൽ നൾ ക്യാരക്ടറോടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ നൾ ക്യാരക്ടർ വന്നു. അപ്പോൾ നമ്മൾ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു. അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു RAVIയിൽ Aയും Iയും മാത്രമാണ് ഇതിൽ മാച്ച് ചെയ്തത്. അപ്പോൾ വോവൽസ് 1, 2 എന്നുള്ളത് കൗണ്ട് ചെയ്തു. നമ്മൾ നമ്പർ ഓഫ് വോവൽസ് ഇൻ ദ സ്ട്രിങ് എന്ന് പറയും STR. എന്താണ്, രവിയിലെ എന്താണുള്ളത്, 2 വോവൽസ് ആണ്. വോവലിൻ്റെ എണ്ണം ആദ്യം 1 ആയി, പിന്നെ 2 ആയില്ലോ. അപ്പോൾ 2 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യും. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ രവി എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, RAVI 20 ക്യാരക്ടറുള്ള സ്ട്രിങ് ആണ്. പക്ഷേ അതിൽ ആദ്യത്തെ 0 ലൊക്കേഷനിൽ 6, ഫസ്റ്റ് ലൊക്കേഷനിലെ പൊസിഷൻ 1 A, പൊസിഷൻ 2 V, പൊസിഷൻ 3 I. അത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ഈ സ്ട്രിങ് തീർന്ന കാരണം അവിടെ നൾ ക്യാരക്ടർ സ്റ്റോർ ചെയ്യും. നമ്മൾ ലൂപ്പ് എടുക്കുമ്പോൾ എന്താ വെച്ചെങ്കിൽ നമ്മൾ നൾ ക്യാരക്ടർ അല്ലെങ്കിൽ ഓരോ ക്യാരക്ടർ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് വോവൽസിൽ AEIOUയിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നമ്മൾ വോവൽ എന്നുള്ള വേരിയബിൾ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇപ്പോൾ 6 വോവലല്ല ഇൻക്രിമെൻ്റ് ചെയ്തില്ല, A ഇൻക്രിമെൻ്റ് ചെയ്തു, V ഇൻക്രിമെൻ്റ് ചെയ്തില്ല, I ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇത് കഴിയുമ്പോൾ നൾ ക്യാരക്ടർ വന്നപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു. ഇനി നമുക്കപ്പോൾ എന്താണ്, Aയും Iയും മാച്ച് ചെയ്ത് കാരണം 2 ആയിരിക്കും വോവലിൻ്റെ കൗണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് വോവൽസ് ഇൻ സ്ട്രിങ് രവി ഈസ് 2. നമുക്കിനി അടുത്ത പ്രോഗ്രാം കാണാം, വേർഡ്സ്. നമ്മളെന്ന് വെച്ചെങ്കിൽ ഒരു വേർഡ്സിൽ അതിൽ എത്ര ഒരു സെൻറ്റൻസ് വന്നു കഴിഞ്ഞാൽ അതിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ നമ്മളെന്ത് ചെയ്യണം, ഒരു വലിയൊരു അറേ എടുത്തു, 40 സൈസുള്ള അറേ. പിന്നെ വേർഡ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ വേർഡ്സ് ഈക്വൽ ടു 0 എന്നുള്ളത് എടുത്തു. പിന്നെ ഒരു സെൻറ്റൻസ് നമ്മൾ എൻ്റർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ scene.get ലൈൻ ഗെറ്റ്സ് ഏതെങ്കിലും യൂസ് ചെയ്യാൻ ഞാൻ പറയണം. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മളൊരു സെൻറ്റൻസ് റീഡ് ചെയ്തു യൂസറിൻ്റെ നിന്ന്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്ത പോലെ തന്നെ 0 പൊസിഷനിൽ തുടങ്ങി നൾ ക്യാരക്ടർ വരുന്ന വരെ ആ സെൻറ്റൻസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസിൽ ഒരു വേർഡ് എന്താണെന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയാം. ഒന്നാലോ വേർഡ്, ഓരോ വേർഡ് കഴിഞ്ഞ് ഒരു സ്പേസ് വരും. അപ്പോൾ നമുക്ക് ഒരു വേർഡ് കഴിഞ്ഞു മനസ്സിലാവും. അല്ലെങ്കിൽ ചിലപ്പോൾ അവസാനത്തെ ആ സെൻറ്റൻസിൽ അവസാനത്തെ വേർഡാണെങ്കിൽ അപ്പോൾ അവിടെ എന്തായിരിക്കും, ഒരു ഫുൾ സ്റ്റോപ്പ് വരും. അപ്പോൾ ഒന്നാലും ഫുൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ സ്പേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് ഒരു വേർഡ് വന്നു എന്നാണ്.
അപ്പോൾ നമ്മളതാണ് നോക്കണേ. അപ്പോൾ ഓരോ ലെറ്റർ നോക്കുകയാണ്, ഓരോ സ്പേസ് അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വരികയാണെങ്കിൽ വേർഡ് ഇൻക്രിമെൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വെൽക്കം ടു ഊട്ടി എന്നാണ് കൊടുക്കണത് വെച്ചെങ്കിൽ വെൽക്കം കഴിഞ്ഞൊരു സ്പേസ് വന്നു കഴിഞ്ഞാൽ വേർഡ് 1 ആയി. പിന്നെ 2 കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞാൽ 2 ആയി. ഊട്ടി എന്നുള്ള സ്പേസ് വന്നു കഴിഞ്ഞാൽ വേർഡ്സ് 3 ആയി. അപ്പോൾ ഊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു വേർഡ് സെൻറ്റൻസ് അവസാനിക്കുന്നതിനൊരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഊട്ടി കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് കാണുമ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇതല്ലാണ്ട് വെൽക്കമിൽ W കഴിഞ്ഞ് കഴിഞ്ഞാൽ E ആണ്. അപ്പോൾ അതൊന്നും ഇൻക്രിമെൻറ്റ് ചെയ്യില്ല. അപ്പോൾ ഓരോ സ്പേസ് വരുമ്പോഴും അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് വരുമ്പോൾ മാത്രമാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ അറയിൽ ആ സെൻറ്റൻസിൽ എത്ര വേർഡ്സ് ഉള്ളത് നമ്മൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ലൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ സെൻറ്റൻസീസ് എന്നിട്ട് വേർഡ്സ് പ്രിൻറ്റ് ചെയ്യാണ്. നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് കൊടുക്കുകയാണ്, വെൽക്കം ടു ഊട്ടി. അപ്പോൾ അതിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ എന്താണ്, അപ്പോൾ ആദ്യം വെൽക്കം കഴിഞ്ഞ സ്പേസ് വന്നതിനും 1 ആയി, 2 കഴിഞ്ഞ സ്പേസ് ആകുമ്പോൾ 2 ആയി, ഊട്ടി കഴിഞ്ഞിട്ടൊരു ഫുൾ സ്റ്റോപ്പ് വന്നതിനും 3 ആയി. അപ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഇൻ സെൻറ്റൻസ് ഈസ് 3. ഇതാണ് പ്രോഗ്രാം. പിന്നെ നമ്മളെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെയാണ് നമുക്കിന്ന് നിർത്താം.